എല്ലാവർക്കും നമസ്കാരം. സാധാരണ പഴയ വീടുകളിലേക്ക് ഒരു സമ്പ്രദായം, വീടുകളിൽ വിശേഷപ്പെട്ട ചടങ്ങുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിശേഷപ്പെട്ട അതിഥികൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വീട്ടിലെ മൂത്ത സ്ത്രീ, തറവാട്ടിലമ്മ ഉമ്മറക്കോലായിൽ വന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്യും. തൊഴുകയോടെ പറയും, വരൂ, അകത്തേക്ക് വരൂ, ഇരിക്കൂ. അപ്പോഴേക്കും ഇളമുറക്കാരായ ആൾക്കാർ വന്ന് അത് ഏറ്റുപിടിക്കും. അപ്പോൾ ഇവർ പറയും, വേണ്ടതുപോലെയൊക്കെ ചെയ്തു കൊടുക്കൂട്ടോ, എല്ലാം ഭംഗിയായിട്ട് നടത്തണം, കൊണ്ടിരുത്തു എന്നൊക്കെ പറയും. പിന്നെ നമ്മൾ ആ തറവാട്ടമ്മയെ കാണുന്നത് എല്ലാ വിശേഷവും കഴിഞ്ഞ് അതിഥികളെ യാത്ര പറഞ്ഞ് പിരിയുമ്പോഴാണ്. വീണ്ടും അവർ തൊഴുകയോടെ ഉമ്മർത്ത് വന്ന് നിൽക്കും, പറയും, എല്ലാവരും വന്നൂലോ, സന്തോഷമായി, ഇനിയും വരണം, നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചടങ്ങുകളൊക്കെ ഭംഗിയായി നടന്നു, പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു. സാഹിത്യ അക്കാദമിയും വന്നേരി ഫൗണ്ടേഷനും കൂടി ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇതാണ്. തികച്ചും ഒരു തറവാട്ടമ്മയായി ഞാൻ ഉമ്മറക്കോലായിൽ വന്ന് നിൽക്കുന്നു, 2-4 വാക്ക് പറയുന്നു, അത് മതിയാക്കി തിരിച്ചു പോകുന്നു. എന്തായാലും വളരെ അസുലഭമായ, അപൂർവമായ, അപ്രതീക്ഷിതമായ ഒരവസരം തന്നെയാണ് എന്നെപ്പോലൊരാൾക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. മഹാനായ, പ്രതിഭാശാലിയായ ഒരു പൂർവികൻ്റെ തട്ടകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പിറന്ന മണ്ണിൽ, അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിയിൽ നിന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കഴിയുന്നത് വെറുതെ കിട്ടുന്നൊരു ഭാഗ്യമല്ല, വീണ് കിട്ടുന്നതുമല്ല, ദൈവാധീനം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തീർത്ഥയാത്ര എന്ന് തന്നെ പറയാം. കാരണം വിവർത്തനത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു സാധാരണക്കാരിയാണ് വീട്ടമ്മയാണ് ഞാൻ. അപ്പോൾ ഇത് തീർച്ചയായും എനിക്ക് അസുലഭമായ ഒരു ഭാഗ്യമാണ്. പിന്നെ പാവങ്ങൾ എന്നുള്ള ഈ പുസ്തകത്തിൻ്റെ, വിവർത്തന ഗ്രന്ഥത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നു. അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല. വളരെ വളരെ പ്രഗത്ഭരായ എൻ്റെ യുവ സുഹൃത്തുക്കൾ എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനു മുമ്പ് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അവർ വളരെ ഗംഭീരമായ പ്രഭാഷണങ്ങൾ നടത്തുമെന്ന് എനിക്കറിയാം. അത് കേൾക്കാനും ഒരു വിവർത്തക എന്ന നിലയിൽ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും കൂടി വേണ്ടിയാണ് അബൂബക്കർ സാറും മറ്റും ക്ഷണിച്ചപ്പോൾ ഞാൻ വേഗം സമ്മതിച്ചത്. അതായിരുന്നു എൻ്റെ പ്രത്യേക കാരണം. നമ്മളെല്ലാവരുടെയും പ്രധാന താല്പര്യം അതാണല്ലോ. നിന്നെടുത്ത് നിന്ന് ഒരു പടി കൂടി മെച്ചപ്പെടുത്താനുള്ള ഒരവസരം കിട്ടിയാൽ ആരാ പാഴാക്കുക? ഞാനും ആ കൂട്ടത്തിൽ തന്നെയാണ്. പെട്ടെന്നൊരു ദിവസം വിവർത്തകയായ ഒരാളാണ് ഞാൻ. ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ രമാ മേനോൻ ഒരു വിവർത്തകയായി എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. കഥ എഴുതലായിരുന്നു എൻ്റെ ഒരു രസം, അല്ലെങ്കിൽ ഒരു കമ്പം. കുറേ കഥകൾ എഴുതിക്കൊണ്ടിരുന്നു. അന്ന് കുങ്കുമത്തിലാണ് അധികവും എഴുതാറ്. കൃഷ്ണവാര്യർ സാറും സാനുമാഷുമൊക്കെ വളരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള കത്തുകൾ എഴുതുമ്പോൾ ഞാൻ വിചാരിച്ചു, ഓ, ഇതാണ് എൻ്റെ വഴിയെന്ന്. അപ്പോൾ ആർക്കോ ഒരു തോന്നൽ, ഈ കുട്ടി ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഈ മണ്ണിൽ വളർന്നാൽ ഇത് പച്ച പിടിക്കില്ല എന്ന് ആർക്കോ തോന്നി. ഒന്ന് മണ്ണ് മാറ്റി നടണമെന്ന് ആരാ വിചാരിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയാൻ വയ്യ. എന്തായാലും ഏതോ ഒരു വിരൽ ക്യാരം ബോർഡിൽ എന്ന പോലെ എന്നെ ഒരു എറ്റി. ഞാൻ ശരിക്കും കുഴിയിൽ വന്നു വീണു. ഭാഗ്യം, ഇപ്പതാ അങ്ങനെ ആ വിവർത്തകയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ആ നിൽപ്പാണ് എന്നെ ഇവിടെ കൊണ്ട് ഇരുത്തിച്ചതും. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്നാലും അദ്ദേഹത്തിൻ്റെ ഇത്രയും മഹത്തായ ഒരു കൃതിയെപ്പറ്റി പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അല്ലെങ്കിൽ അത് അദ്ദേഹത്തിനും ഉള്ള അനാദരഭാവം ഞാൻ കാണിക്കുന്ന ഒരു തോന്നിവാസവുമാകും. അതുകൊണ്ട് ഞാൻ ഓർമ്മയിൽ നിന്ന് എടുക്കുകയായിരുന്നു പല കാര്യങ്ങളും. കുറച്ച് കാലം മുമ്പ് ഒരു ഭാഷാധ്യാപകൻ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പരിഭാഷ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം കേരളത്തിലെ മലയാളിയെ സ്വാധീനിച്ചിട്ടുള്ള ആദ്യകാല വിവർത്തന കൃതികളെപ്പറ്റി പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞ പുസ്തകങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. നാലാപ്പാട്ട് നാരായണമേൻ്റെ പാവങ്ങൾ, എടപ്പിള്ളി കരുണാകരമേൻ്റെ യുദ്ധവും സമാധാനവും, പിന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞത് പേൾബക്കിൻ്റെ ഗുഡ് എർത്തും മാക്സിം ഗോർക്കിയുടെ അമ്മയുമാണ്. അതിന് രണ്ടിനും
പല പരിഭാഷകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞത് മാക്സിം ഗോർക്കിയുടെ പുസ്തകം വി.ടി. ഭട്ടതിരിപ്പാട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വായിച്ച പേൾ ബക്കിൻ്റെ ബുക്ക് വി.കെ. ഗോവിന്ദൻ നായർ എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും മലയാളി ഏതോ കാലം മുതൽ തന്നെ പരിഭാഷാ ഗ്രന്ഥങ്ങളുടെ ആരാധകരായിരുന്നു ഓരോ മലയാളിക്കും അത് വളരെ പ്രിയപ്പെട്ട ഒരു വായന തന്നെയാണ് പ്രദാനം ചെയ്തിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആദ്യകാല കൃതികളെല്ലാം അത് തന്നെയാണല്ലോ. ഭാഷാപിതാവായ തുഞ്ചത്താചാര്യൻ്റെ രാമായണം മുതൽ എല്ലാം ആ കാലത്തുണ്ടായ എല്ലാ കൃതികളും ഈ ജൻസിൽപ്പെട്ടത് തന്നെയല്ലേ. അധ്യാത്മരാമായണം വായിക്കുമ്പോൾ മലയാളമാണോ സംസ്കൃതമാണോ അതിൽ കൂടുതൽ എന്ന് പറയാൻ സാധിക്കില്ല. എന്നാലും വളരെ മധുരമായി അത് നമ്മുടെ മനസ്സിൽ പതിയാറുണ്ട്, വളരെ ആഴമായി അത് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കാറുണ്ട്. സകല കർമ്മങ്ങളും ഭവതി കരോമി ഞാൻ സമസ്തം അപരാധം ക്ഷമസ്വ ജഗൽപദേ എന്ന് അഹല്യ സ്തുതിക്കുമ്പോൾ അതിൽ ഞാൻ എന്നൊരു വാക്കേ മലയാളമുള്ളൂ, ബാക്കിയൊക്കെ സംസ്കൃതമാണ്. പക്ഷേ ഞാനത് ചൊല്ലുമ്പോൾ അത് എൻ്റെ പ്രാർത്ഥനയായിട്ട് മാറുന്നു. ആ വരികളിൽ ഒരു കല്ലുകടിയോ കടുംപിടുത്തമോ ഒന്നും എനിക്ക് തോന്നാറില്ല. അപ്പം മലയാളവും സംസ്കൃതവും കൂടി ഇത്രയും ഇടപഴകിയതുപോലെ തന്നെ അന്യഭാഷാ കൃതികൾ നമ്മുടെ ഇതിൽ വരുമ്പോൾ ഇതുപോലൊരു സുഖം പലപ്പോഴും കിട്ടാറില്ല എന്നുള്ളതും ഇതാണ്. ഇന്ന് രാവിലെ മാതൃഭൂമിയിൽ ഞാൻ മൂസക്കുട്ടി സാറൊന്നൊന്നും വിളിക്കുന്നില്ല, എൻ്റെ ഒരു അനിയൻകുട്ടിയാണ് അത്. അദ്ദേഹം ലെറ്റേഴ്സിൽ എഡിറ്ററിൽ മാതൃഭൂമിയിൽ എഴുതിയത് ഞാൻ വായിച്ചു. അല്ലേ, ഈയിടെ അന്തരിച്ച ചരിത്രാധ്യാപകൻ NGS നാരായണൻ സാർ അദ്ദേഹത്തിൻ്റെ ഒരു കൃതി പ്രകാശം ചെയ്യുമ്പോൾ പറഞ്ഞ വാക്കുകൾ നന്നായിട്ടുണ്ട്, കൃത്യതയുണ്ട്, പക്ഷെ ഒരു മലയാളിത്തം പോരാ എന്നോ മറ്റോ പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഗുരുവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് രാവിലെ വായിച്ചേ ഉള്ളൂ. വാസ്തവത്തിൽ ഇതിലും നന്നായിട്ട് ഒരാൾക്ക് ഇതിനെപ്പറ്റി പറയാനില്ല. ഒരു വിവർത്തനത്തിൻ്റെ ധർമ്മം അല്ലെങ്കിൽ അടിസ്ഥാന തത്വം ഇതായിരിക്കണം, കൃത്യത ഉണ്ടാവണം. അതേസമയം ആ ലക്ഷ്യഭാഷ മലയാളമാകുമ്പോൾ മലയാളം അതിൻ്റെ തനിമ വിട്ടുപോകാതിരിക്കുകയും വേണം. വായനക്കാർക്ക് തോന്നരുത് ഞാൻ ഏതോ ഒരു അന്യഭാഷാ കൃതിയാണ് വായിക്കുന്നത് എന്ന്. നമ്മുടെ സ്വന്തം ഒരു പുസ്തകം വായിക്കുന്ന ലാഘവത്തോടെ, സാരല്യത്തോടെ, ലളിതമായി, സുഗമമായി അത് വായിക്കാൻ സാധിക്കണം. എല്ലാ വിവർത്തകരും ശ്രദ്ധിക്കുന്ന കാര്യമായിരിക്കണം അത്. പക്ഷേ പലർക്കും അത് സാധിക്കാറില്ല. അതുകൊണ്ട് പലപ്പോഴും ഒരു ലക്ഷ്യം തെറ്റാതെ അത് പാളിപ്പോകുന്നതായും നമ്മൾ കാണാറുണ്ട്. പാവങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് പാവങ്ങളെ പരിചയപ്പെട്ടത് എപ്പോഴാണെന്നോ 5 വയസ്സായിരിക്കുമ്പോൾ തൃശ്ശൂർ രാമവർമ്മ തിയേറ്ററിൽ ഒരു തമിഴ് പടം വന്നു, ഏഴൈ പെടുമ്പാട്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടോ? മിടുക്കൻ കുട്ടി, നന്നായി. അത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നു, വീട്ടിലെ മുതിർന്നവരൊക്കെ. അത് ഈ പാവങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ മൂലകൃതിയായ വിക്ടർ യുഗോൻ്റെ ലാ മിസറബിളിൻ്റെ അതിനെ ആധാരമാക്കി എടുത്ത സിനിമയാണ് എന്ന് എല്ലാവരും പോയപ്പോൾ ഞാനും കൂടെ പോയി. പക്ഷേ അതിലത്തെ രംഗങ്ങളൊന്നും കൃത്യമായിട്ട് ഓർമ്മിക്കുന്നില്ല. പക്ഷേ ഒന്ന് ഞാൻ ഓർക്കുന്നു, അതിൽ കണ്ട കാഴ്ചകളും കേട്ട വർത്തമാനങ്ങളും അവരൊന്നും 5 വയസ്സുകായ ഒരു പെൺകുട്ടിയുടെ മനസ്സിന് താങ്ങാവുന്നതായിരുന്നില്ല. ഞാൻ കണ്ണടച്ച് ഉറക്ക കരഞ്ഞ് അടുത്തിരിക്കുന്ന ചേച്ചിയുടെ മടിയിലേക്ക് വീണതും ഇനി ഞാൻ സിനിമയെ കാണില്ല എന്നൊരു ശപഥം ചെയ്തതും ഇവിടെ വീട്ടിൽ വന്നിട്ട് അമ്മോട് അവലാതി പറഞ്ഞു, ഇത് കാണാനാണോ ആൾക്കാർ കാശ് മുടക്കി പോണേന്ന് ചോദിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എത്രയോ കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സംഭവം വന്നപ്പോഴാണ് ഞാൻ അന്നത്തെ കാര്യം ആലോചിച്ചത്, ആ ഏഴൈ പെടുമ്പാടെന്നുള്ള ചിത്രത്തെക്കുറിച്ച് ആലോചിച്ചത്. പിന്നെ വേറെ ഒരു ഭാഷാധ്യാപകൻ ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞ കാര്യവും ഞാൻ ഓർക്കുന്നു. അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്ക് ആധികാരികമായി പറയാനറിയില്ല. സിംഹഭാഗം എന്ന് മലയാളത്തിൽ പ്രചാരം നേടിയിട്ടുള്ള ഒരു പ്രയോഗമാണ്. അത് മലയാളത്തിന് സംഭാവന ചെയ്തത് ഈ പുസ്തകത്തിലൂടെയാണ്. നാലാപ്പാട്ട് നാരായണ മേനോനാണ് എന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല, തീർച്ചയില്ല. പക്ഷേ ശരിയായിരിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ പോലെയുള്ളൊരു കവി മനസ്സിന് മാത്രമേ ഇതിനെ ഇത്രയും ഭംഗിയായിട്ട് ലയൺ ഷെയറിനെ സിംഹഭാഗം എന്ന് മലയാളത്തിലേക്ക് ആക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില പ്രയോഗങ്ങളൊക്കെ നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ ഇന്നത്തെ മലയാളിക്ക്
തീരെ പരിചയം ഉണ്ടാവില്ല. നമുക്ക് തന്നെ ഇത് പണ്ടത്തെ ഭാഷ എന്ന് തോന്നാറുണ്ട്. നമ്മളെല്ലായ്പ്പോഴും എന്ന് പറയാറുണ്ട്. പക്ഷെ അദ്ദേഹം പല ദിക്കിലും സദായിപ്പോഴും എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. സദായിപ്പോഴും എന്ന് നമ്മൾ സാധാരണ അങ്ങനെ പറയാറില്ല. ഒരു 100 കൊല്ലം മുമ്പ് സദായിപ്പോഴും ആയിരിക്കും എല്ലാവരും ഉപയോഗിക്കുന്ന ഇത്. അതുപോലെ വേറെ എന്താ ഇതുപോലെ ചിലതൊക്കെ നോർമലുണ്ടായിരുന്നു. കുടുക്കുതുള, കുടുക്കുതുള, ബട്ടൺ ഹോളിന് കുടുക്കുതുള എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളാരും അങ്ങനെ പറയാറില്ല. ബട്ടൺ ഹോൾ തന്നെയാണ് നമുക്ക്. അതേപോലെ മഫ്ലറിന് കണ്ഠവസ്ത്രം, അങ്ങനെ ചിലത് ഒക്കെ എനിക്ക് ഞാൻ പണ്ട് വായിച്ചതിൻ്റെ ചില ഓർമ്മകൾ പങ്കുവെച്ചു എന്ന് മാത്രം. പിന്നെ വളരെ കാര്യമായിട്ട് അത് നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയ സ്വാധീനം. സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലമായിരുന്നു, എല്ലാവർക്കും അറിയാം. 1925 പറയുമ്പോൾ 100 വർഷം മുമ്പ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചൂടും വെളിച്ചവും ആകെ പരന്ന് ജ്വലിച്ചു നിൽക്കുന്നൊരു കാലത്ത് മലയാളി മനസ്സ് ഇതുപോലെയുള്ള പുസ്തകങ്ങൾ ഏറ്റുവാങ്ങാൻ പക്വമായിരുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. അഹിംസ, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം ഒക്കെ ഏറ്റുവാങ്ങാനായിട്ട് എല്ലാ മനസ്സുകളും വെമ്പിക്കൊണ്ടിരുന്നിരുന്നു ഒരു കാലം. അത് ആശയമായും ആദർശമായും മുദ്രാവാക്യമായും എല്ലാ വീടുകളുടെ അകത്തളങ്ങളിലും അലയടിച്ചുകൊണ്ടിരുന്നിരുന്നൊരു കാലം. അതേസമയം സാമൂഹ്യമായ അനീതികളും അന്യായങ്ങളും അസമത്വങ്ങളും താഴേക്കിടയിലുള്ള മർദ്ദനങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ ഒരു പക്ഷേ അതൊരു കാലത്തിൻ്റെ ഗതിയായി നമ്മൾ കൊണ്ടു നടന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊക്കെ തുടർച്ചയായിട്ട് കൊണ്ടു നടന്നതായിരിക്കും. മുമ്പേ ഗമിക്കുന്ന ഗോവു തൻ്റെ പിന്നിൽ പോന്നു ഭൂവോക്കളെല്ലാം എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും അത് ചെയ്തു, ഞങ്ങളും അത് ചെയ്തു എന്ന് പോലെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയിരുന്നു. പക്ഷേ ഇന്നും നമ്മൾ നടത്തുന്നുണ്ട്. അന്ന് അറിയാണ്ട് ഒരു ഒഴുക്കിൽപ്പെട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇന്നത്തെ സങ്കടം അത് നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥമോഹങ്ങൾക്ക് വേണ്ടി, അവനവൻ്റെ അധികാരത്തിനും ശക്തിക്കുമൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ എന്നുള്ള സങ്കടമാണ് ഇന്ന് തോന്നുന്നത്. ഈയിടെ തൃശ്ശൂർ വിമല കോളേജിൽ പഠിക്കുന്ന എൻ്റെ ബന്ധുവായ ഒരു പെൺകുട്ടി പറയുമായിരുന്നു, വലിവേ കുറച്ചു കാലം മുമ്പ് ഞങ്ങളുടെ കോളേജിൽ ദേവകി നീലയങ്കോട് എന്ന പ്രസിദ്ധയായ എഴുത്തുകാരി പ്രസംഗിക്കാൻ വന്നു. അപ്പോൾ അവർ പറഞ്ഞത് അവർ എങ്ങനൊരു എഴുത്തുകാരിയാവാനുള്ള മോഹം അവർക്ക് എങ്ങനെ ഉണ്ടായി, അതിനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അവർക്ക് തുറന്നു കിട്ടിയത് എന്നൊക്കെയായിരുന്നു. അപ്പോൾ അതിൽ അവരെടുത്ത് പറഞ്ഞിരുന്ന കാര്യം, നമ്പൂതിരി ഇല്ലങ്ങളിലെ 100 കൊല്ലം മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പെൺകുട്ടികൾക്ക് തീരെ സ്വാതന്ത്ര്യം ഇല്ലാത്ത കാര്യം, എഴുത്തും വായനയും വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ, പുസ്തകങ്ങൾ കിട്ടാൻ വിഷമം, പുസ്തകങ്ങൾ തന്നെ കുറവ്, അത് കിട്ടാനുള്ള സൗകര്യം അതിലേറെ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാലത്ത് പാത്തും പതുങ്ങിയും മൂത്ത ജ്യേഷ്ഠന്മാരാരോ പാവങ്ങൾ കൊണ്ടു കൊടുത്തു. അത് വായിച്ചു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് വലിയൊരു പരിവർത്തനം വന്നു. ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റല്ലേ, എൻ്റെ സമുദായക്കാർ മറ്റുള്ളവരോട് കാണിക്കുന്നതൊക്കെ അനീതിയല്ലേ എന്നൊക്കെയുള്ള വല്ലാത്തൊരു ബുദ്ധിമുട്ടും വീർപ്പുമുട്ടും ഒക്കെ എൻ്റെ മനസ്സിനെ മതിക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ പറയുമായിരുന്നു അത്രേ, നമ്പൂതിരി സ്ത്രീകളുടെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുളിയും ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കിഴക്കോട്ട് തിരിഞ്ഞ് 10 നമസ്കാരം ചെയ്യും അത്രേ. പൂർവികന്മാർക്ക് വേണ്ടി, ഗുരുക്കന്മാർക്ക് വേണ്ടി, അഷ്ടദിക്പാലന്മാർക്ക് വേണ്ടി, ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് വേണ്ടി, അങ്ങനെയൊക്കെ പേര് പറഞ്ഞ് 10 നമസ്കാരം ചെയ്യുന്ന ഒരു പതിവുണ്ട്. അത് കഴിഞ്ഞിട്ടേ വലുതും ജലപാനമുള്ളൂ. എൻ്റെ ഇല്ലത്തും അത് നിർബന്ധമായിരുന്നു. ആ 10 നമസ്കാരങ്ങൾ ചെയ്യാതെ വെള്ളം കൂടിയും കുടിക്കാൻ കിട്ടില്ല. അപ്പം രാവിലെ കുളി കഴിഞ്ഞ് വന്ന് സാധാരണ പതിവ് പോലെ ആ 10 നമസ്കാരങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്താണെന്നറിയില്ല, ഞാനൊരു 11ാമത് നമസ്കാരം കൂടി ചെയ്യാൻ തുടങ്ങി. പാവങ്ങളിലെ ആ ബിഷപ്പിന് വേണ്ടിയിട്ട്, ആ ബിഷപ്പിൻ്റെ മഹാമനസ്കതയും അനുകമ്പയും സഹാനുഭൂതിയും ആ കൊള്ളക്കാരനെ പാപവിമുക്തനാക്കാനുള്ള ത്വരയും ഒക്കെ കൂടി എന്നിൽ അദ്ദേഹം ഒരു ദേവതുല്യനായി പ്രശോഭിക്കാൻ തുടങ്ങി. ഞാൻ അദ്ദേഹത്തിനും ഒരു നമസ്കാരം പറയാൻ തുടങ്ങിയെന്ന്. അപ്പോൾ ഇല്ലത്തെ അകത്തളത്തിൽ കഴിയുന്ന 14-13 വയസ്സോ ഒരു പെൺകുട്ടിയുടെ മനസ്സിലും കൂടിയും പാവങ്ങൾ ഇത്രയും അധികം ഒരു സ്വാധീനം ചെലുത്തി, ഇത്രയും ലോലമായ വികാരങ്ങൾ ഉണർത്തി എന്ന് വെച്ചാൽ സാധാരണക്കാരായ കുറേ കൂടിയും പക്വതയും ബുദ്ധിയും വിവേകവും വന്ന മലയാളിയുടെ മനസ്സിൽ
തീർച്ചയായും അത് വലിയ സ്വാധീനം തന്നെ ചെലുത്തിയിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടുമായിരുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഈ വഴിയെല്ലാം സഞ്ചരിച്ച് എത്ര പേരാണ് ഇവിടെ വന്നത് ഈ ഒരു പുസ്തകത്തിൻ്റെ 100ാം വാർഷികത്തിന് വേണ്ടിയിട്ട്. ഭാഷകളിൽ ഒരു ഭാഷയും തനി എന്ന് പറയാൻ നമുക്കാവില്ല. എന്തെല്ലാം എവിടെ നിന്നെല്ലാം ആരിൽ നിന്നെല്ലാം വന്നു കൂടിയിട്ടാണ് ഓരോ ഭാഷയും വളർന്ന് വലുതാവുന്നത്. ഒരു സമുദ്രമാവുന്നത് എത്രയോ 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 കാലങ്ങളായി അതിലൊഴുകി എത്തുന്ന നദികളുടെ കൂടി ജലസമ്പത്ത് കൊണ്ടല്ലേ. അതേപോലെ തന്നെയാണല്ലോ ഭാഷയുടെ കാര്യത്തിലും. അപ്പോൾ തനി എന്നുള്ള വാദത്തിന് വലിയ പ്രസക്തി ഇല്ല എന്നെനിക്ക് തോന്നാറുണ്ട്. ഞാൻ കൗതുകത്തോടു കൂടി പിന്നീട് അറിഞ്ഞത്, എൻ്റെ വിചാരം കറി എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് വാക്ക് എന്നായിരുന്നു. വളരെ കാലം വരെ ഞാൻ വിചാരിച്ചിരുന്നത് കറി എന്നുള്ളത് ഇംഗ്ലീഷ് വാക്ക് എന്നായിരുന്നു. എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ കറി എന്ന് കണ്ടപ്പോഴാണ് അയ്യോ ഇതെങ്ങനെ ഇങ്ങോട്ട് വന്നത്, ഇത് അങ്ങോട്ട് പോയതാണോ അത് ഇങ്ങോട്ട് വന്നതാണോ എന്നുള്ള സംശയം തോന്നിയത് അപ്പോഴാണ്. ഈ കൊടുക്കലും വാങ്ങലും ആണ് ഭാഷയുടെയും മനുഷ്യൻ്റെയും രാഷ്ട്രത്തിൻ്റെയൊക്കെ വളർച്ചയ്ക്കും പുരോഗതിക്കും നിദാനം എന്നുള്ളത് നമുക്ക് മറക്കാൻ വയ്യ. ഇപ്പോൾ വിവർത്തനങ്ങൾ ധാരാളം വരുന്നുണ്ട്. അതിലധികം അല്ലാതെയും നമുക്ക് പുറം ലോകമായിട്ട് അറിയാനുള്ള പദ്ധതികളും സാധ്യതകളും ധാരാളമുണ്ട്. പക്ഷേ ആ കാലത്ത് വായനയിലൂടെ തന്നെയാണ് മലയാളി തൻ്റെ ചുറ്റുവട്ടത്തിനപ്പുറത്തുള്ള ലോകത്തെ കണ്ടതും. ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഏത് ഭാഷ സംസാരിച്ചാലും ഏത് വേഷം ധരിച്ചാലും ഏത് ഭക്ഷണം കഴിച്ചാലും മനുഷ്യരെല്ലാവരും ഒരുപോലെയാണ്. അവൻ്റെ വേദനകളും യാതനകളും പ്രതീക്ഷകളും സങ്കല്പങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സമാനമാണ് എന്ന് മലയാളി മനസ്സിലാക്കി തുടങ്ങിയത് ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഗുരുപരമ്പരയുടെ തന്നെ ഭാഗങ്ങളായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ്. രസകരമായ ഒരു കുട്ടിക്കാലത്തെ അനുഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. കുട്ടിക്കാലത്ത് പ്രധാന കാര്യം കളിയായിരുന്നു. കളി എന്ന് വെച്ചാൽ കള്ളക്കളിയാണ് അധികവും. വീട്ടിലെ കുട്ടികളും അടുത്ത വീട്ടിലെ കുട്ടികളും ബന്ധുക്കളായി വന്ന കുട്ടികളൊക്കെ 8-10 പേരുണ്ടാവും ബാലസംഘത്തിൽ. പിന്നെ കള്ളക്കളി കളിച്ചാൽ കണ്ടുപിടിക്കലൊരു പ്രധാന വിനോദമായിരുന്നു. അതേ തുടർന്ന് വിചാരമായി, വിസ്താരനായി, പ്രതിഭാഗമായി, അങ്ങനെ കുറേ. അത് അതിലേറെ രസമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കളിയിൽ കള്ളക്കളി കളിച്ച കൊച്ചുണ്ണിയേട്ടൻ എന്ന് പറഞ്ഞ 6ാം ക്ലാസ്സുകാരനെ കയ്യോടെ പിടിച്ചപ്പോൾ അദ്ദേഹം ഒരു പടക്കം പൊട്ടിച്ചു. ഓൾ ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ. 2 കൈയും പൊക്കി അദ്ദേഹം നിന്ന് പറഞ്ഞു. ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ അന്തം വിട്ടു നിന്നു. ഇതിപ്പോൾ എവിടുന്ന് വന്നു, ഞങ്ങൾക്ക് ആരും അറിയുന്നില്ല, ഇതിൻ്റെ അർത്ഥവും മനസ്സിലായിട്ടില്ല, ഇത് എവിടുന്ന് വന്നു അറിയില്ല, ഈ മൂപ്പര് ഇത് എവിടുന്ന് കൊണ്ടുവന്നു എന്നുള്ള ഇതായി. എന്തായാലും അത് ഞങ്ങളുടെ പതിവ് മന്ത്രമായി. എല്ലാവരും കള്ളക്കളി കളിക്കും, പിടിച്ചു കഴിഞ്ഞാൽ അപ്പം പറയും ഓൾ ഈസ് ഫെയർ ഇൻ വാർ ആൻഡ് ലവ്. അത് കഴിഞ്ഞ് കുറേയും കൂടി കഴിഞ്ഞ് വായന മുതിർന്നപ്പോഴാണ് ഏതോ ചില പുസ്തകങ്ങളിൽ വായിക്കാനിടയത് പ്രണയത്തിലും യുദ്ധത്തിലും അസാരം ചതിപ്രയോഗമൊക്കെ ആവാം, അതിൽ എല്ലാം അനുവദീയമാണ്. അപ്പം ഞാൻ ലഡ്ഡു പൊട്ടി മനസ്സിലായി. പണ്ട് കൊച്ചുണ്ണിയേട്ടൻ പറഞ്ഞതും ഇത് തന്നെയാണല്ലോ എന്ന് ചേർത്ത് വായിക്കാൻ സാധിച്ചു. അപ്പോഴും ഇതിൻ്റെ ഉത്ഭവം എവിടെയാണെന്ന് അറിയാൻ സാധിച്ചില്ല. പിന്നെയും കുറേ കാലം കഴിഞ്ഞ് എവിടെയോ വായിച്ചപ്പോഴാണ് മനസ്സിലായത് 16ാം നൂറ്റാണ്ടിൽ ജോൺ ലില്ലി എന്നൊറ്റ പറഞ്ഞ ഒരു ഇംഗ്ലീഷ് നോവലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ, എൻ്റെ ഉച്ചാരണം ശരിയല്ല എന്ന് എനിക്കറിയാം, ഫിസിയൂയസ് എന്നൊറ്റ പറഞ്ഞിട്ടുള്ള ഒരു നോവലിലാണ് ഈ വരി ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നതെന്ന്. ആ പുസ്തകം ആരെങ്കിലും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ ഈ ലവ് ആൻഡ് എവറിത്തിങ് ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്നുള്ളത് മലയാളിക്ക് എന്നല്ല എല്ലാ ദിക്കിലും അത് വളരെ പ്രചാരം നേടിയ ഒരു പ്രയോഗമായിരിക്കുന്നു. ഇങ്ങനെ വാക്കുകളും പ്രയോഗങ്ങളുമൊക്കെ വന്ന വഴി പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് കേൾക്കാനുള്ളത് ഇവരുടെയൊക്കെ പ്രൗഢഗംഭീരമായ പ്രസംഗങ്ങളാണ്. ഞാൻ നീട്ടുന്നില്ല. നാലാപ്പാടൻ നാരായണമേനോനും അദ്ദേഹത്തിൻ്റെ പാവങ്ങൾക്കും മഹാനായ വിക്ടർ ഹ്യൂഗോനും അതുപോലെ പരിഭാഷയിലൂടെ നമ്മുടെ സാഹിത്യത്തെ, സംസ്കാരത്തെ, വ്യക്തിത്വത്തെയൊക്കെ സമ്പന്നമാക്കിയ എല്ലാ പ്രതിഭകൾക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഗീതാഞ്ജലിയിലെ 2 വരി ചൊല്ലട്ടെ. മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ പരിഭാഷ. കവരവിളക്കും മറ്റും പൂജക്കർച്ചകർ വയ്ക്കുന്നിവിടെ,
കത്തിച്ചോട്ടെ ഞാൻ എൻ്റേതാം ഈ ചെറു കൈത്തിരി കൂടെ. എല്ലാവർക്കും സന്തോഷത്തോടെ നമസ്കാരം പറയുന്നു. വെങ്ങേരി ഫൗണ്ടേഷനും സാഹിത്യ അക്കാദമിക്കും അതിൻ്റെ സംഘാടകർക്കും നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം നമസ്കാരം. കാണാം.